രാജ്യത്ത് കള്ളപ്പണ കേസുകളിൽ നടപടി ശക്തമാക്കി ഇഡി 2 പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ്. 2024 കണ്ടുകെട്ടിയത് 30,000 കോടി രൂപയുടെ സ്വത്തുക്കൾ. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കള്ളപ്പണ ഇടപാടുകളിൽ ഇഡി നടപടികൾ ശക്തമാക്കിയതിന്റെ വിവരങ്ങളാണ് ഈ കേസുകളുടെ എണ്ണത്തിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലുമുള്ള വലിയ വർധനവിലേക്ക് നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇഡിയുടെ കേസുകൾ നിരവധി വർദ്ധിച്ചു. ഒപ്പം തന്നെ 2 പതിറ്റാണ്ടിനിടെ 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നെ 2024-25 കഴിഞ്ഞ വർഷമാണ് 30,000 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. 461 കണ്ടുകെട്ടലുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. ഇതിൽ തന്നെ വിവിധ കേസുകളിലായിട്ട് 214 പേരാണ് അറസ്റ്റിലായത്. 775 ECIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ പ്രഥമ വിവര റിപ്പോർട്ട് ECIR എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ ഏകദേശം 44% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റിന്റെ കാര്യത്തിലും 21% വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ECIRകളിൽ 11% വർധനവ് 2024-25 കാലവർഷം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് 2002 കാലഘട്ടത്തിന് മുന്നേ ഈ ഫെറ നിയമലംഘനങ്ങളായിരുന്നു ഇഡിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2002 ശേഷം PMLയിലേക്ക് വിദേശ നാണ്യ വിനിമയ ചട്ടം ഫെമയും കൂടി വന്നതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധി വിശാലമാവുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനും തുടങ്ങിയത്. എന്തായാലും മുഖം നോക്കാതെ ഇഡി കർശന നടപടിയിലേക്ക് കടക്കുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ECIRകളുടെ അതോടൊപ്പം തന്നെ കണ്ടുകെട്ടുന്ന വസ്തുക്കളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിലടക്കം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ശരി.